അല്പജ്ഞാനം അപകടം. ശരിയായ അറിവില്ലെങ്കിൽ പലപ്പോഴും അപകടത്തിൽ ചാടാം. അകതലരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കണം പൊതുജനം എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. അതായത് അറിവില്ലാത്തവർക്ക് അറിവുള്ളവർ അറിവ് പകർന്നു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒരു രസകരമായ കഥ ഓർക്കുകയാണ്. പണ്ട് ചെറുപ്പത്തിൽ കുട്ടികളുടെ മാസികയിൽ വന്ന ഒരു കഥയാണ്. ഒരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. കർഷകന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. നല്ല സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു അവർ. ആ കർഷകൻ്റെ മക്കൾക്കൊരാഗ്രഹം തോന്നി ഇംഗ്ലീഷ് പഠിക്കണം. അവർ പല ഗുരുക്കന്മാരുടെയും അടുത്ത് ചെന്നു ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി. അവരൊക്കെ പറഞ്ഞു മാസങ്ങൾ തന്നെ എടുക്കും ഇത് പഠിക്കണമെങ്കിൽ. പക്ഷേ ഈ കർഷകൻ്റെ മക്കൾക്ക് അതിനുള്ള സമയമില്ലായിരുന്നു, സാവകാശമില്ലായിരുന്നു. അവർ മടുത്ത അവസാനം ഒരു ഗുരുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മാസങ്ങളോളം ഒന്നും ചിലവാക്കാൻ സമയമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ ഒരു നിവൃത്തിയില്ല, എത്ര പണം വേണമെങ്കിലും തരാം എന്ന് ആ ഗുരു പറഞ്ഞു. ആ പണത്തിനല്പം ആർത്തി ഉണ്ടായിരുന്ന ആ ഇംഗ്ലീഷ് അധ്യാപകൻ പറഞ്ഞു, എങ്കിൽ ശരി ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഒന്നാമനോട് പറഞ്ഞു, വി ആർ 3, ഞങ്ങൾ 3 പേരാണ് പറയാൻ പറഞ്ഞു. വി ആർ 3, ഞങ്ങൾ 3 പേരാണ്. രണ്ടാമനോട് പറഞ്ഞു 2 rupees, 2 രൂപ. ഏറ്റു പറഞ്ഞു 2 rupees, 2 രൂപ. യെസ്. മൂന്നാമനോട് പറഞ്ഞു യെസ്. മൂന്നാമൻ പറഞ്ഞു യെസ്, ശരി എന്നാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇനി എവിടെ നിന്നും ഇംഗ്ലീഷ് പ്രയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പിന്നെ യാത്ര ചെയ്യുമ്പോഴെല്ലാം പറയാൻ തുടങ്ങി, വി ആർ 3, 2 rupees, യെസ് യെസ്. അങ്ങനെ അവർ യാത്ര ചെയ്യുകയാണ്. ഒരിടത്ത് ഒരു ശവശരീരം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോലീസുകാരും വന്നു ചേർന്നു. ഈ കർഷകൻ്റെ മക്കൾ എവിടെയും ഇംഗ്ലീഷേ പ്രയോഗിക്കുകയുള്ളൂ, ഇനി മലയാളം പ്രയോഗിക്കില്ല എന്നുള്ള വാശിയിലായിരുന്നു. ആ പോലീസുകാർ ഇവരെ ചോദ്യം ചെയ്തു. നിങ്ങൾ എത്ര പേരാണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു വി ആർ 3, ഇവനെ കൊന്നതാ വി ആർ 3 എന്ന് ഒന്നാമൻ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ വീണ്ടും ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് കൊന്നത്? അപ്പോൾ രണ്ടാമൻ പറഞ്ഞു 2 rupees. ഓഹോ, വെറും 2 രൂപയ്ക്ക് വേണ്ടിയാണ് കൊന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മൂന്നാമൻ പറഞ്ഞു യെസ് യെസ് എന്ന്. അവരെ 3 പേരെയും പിടിച്ച് വണ്ടിയിലിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തടവിലാക്കി എന്ന് പറഞ്ഞതുപോലെ അല്പജ്ഞാനം വലിയ അപകടവും വരുത്തി വയ്ക്കും. അതുപോലെ മറ്റൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരാൾ കള്ളുകൂടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പം ഭാര്യയെ എടുത്തിട്ടിടിക്കുമായിരുന്നു. ഇപ്പോൾ പലപ്പോഴും ഇടിക്കുന്നതൊക്കെ എല്ലിനിട്ടൊക്കെ കൊള്ളും. അങ്ങനെ ഇദ്ദേഹത്തിന് കൈക്ക് ഭയങ്കര വേദന എടുക്കും. അതിന് വേദന എടുക്കാതിരിക്കാൻ വേണ്ടി മർമ്മസ്ഥാനം നോക്കി ഉപദ്രവിക്കാമല്ലോ എന്ന് കരുതി അദ്ദേഹം ഈ മർമ്മം പഠിക്കാൻ പോയി. മർമ്മം പഠിക്കാൻ പോയിട്ട് ഈ മർമ്മം പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഭാര്യയെ തല്ലാൻ നോക്കിയപ്പം ഒരിടത്തും തല്ലത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം മർമ്മസ്ഥാനങ്ങളാണ്. മർമ്മസ്ഥാനത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പല ദോഷങ്ങളും വരും. അങ്ങനെ അദ്ദേഹം ഭാര്യയെ ഉപദ്രവിക്കുന്ന ശീലം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നല്ല അറിവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ദുസ്വഭാവമെല്ലാം മാറി ആ ദോഷവശങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ജീവിതം നയിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടും. നമുക്ക് എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കുവാനും സാധിക്കും. അങ്ങനെ അറിവ് ഒരിക്കലും പൂർണ്ണമാകുന്നില്ല എങ്കിലും നമ്മൾ മരണം വരെ പഠനം ഉണ്ടെന്നാണ് പറയുന്നത്.
മനസ്സ് തൻ്റെ സ്വരൂപത്തെ അറിയുന്നതാണ് ജ്ഞാനം എന്നാണ് പറയുന്നത്. ധ്യാനം എന്ന് പറയുന്നത് ആ മനസ്സിൻ്റെ നിശ്ചലതയുമാണെന്ന് ആണ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്.